ലോകമാസകലമുള്ള ഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് തുടരുന്നു. വാഹനവും യജമാനനും ഡ്രൈവറും യുക്തിയും വ്യക്തിയും എന്നുള്ള തലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ തുടരുന്നു. പറയുന്നു, മഹാനായ ഡ്രൈവർ ഒരുപാട് ഡ്രൈവിങ്ങിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡ്രൈവറാണ്. ആയതുകൊണ്ട് എത്ര സ്പീഡുള്ള വാഹനം എതിരെ വരുന്നുണ്ട് എങ്കിലും നമ്മുടെ വാഹനം എത്ര സ്പീഡിലാണോ എത്ര സ്പീഡല്ലാതെയാണോ പോകുന്നത് എങ്കിലും ഒരു തരത്തിലുള്ള തട്ടലും മുട്ടലും ഇല്ലാതെ കണ്ട് റോഡിലൂടെ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തുമുള്ള നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾക്കോ യാതൊരു തരത്തിലുമുള്ള ദോഷങ്ങളും സംഭവിക്കാതെ കണ്ട് എൻ്റെ വാഹനത്തെ നീ കാത്ത് സംരക്ഷിച്ചു കൊള്ളണം, അപ്രകാരം നീ ഡ്രൈവ് ചെയ്യണം. സമൂഹത്തിൽ ഈ വാഹനത്തെയും ഈ വാഹനത്തിൻ്റെ ഉടമയായി നിലകൊള്ളുന്ന എന്നെയും സമൂഹത്തിൻ്റെ ഇടയിൽ മോശപ്പെട്ടവനായി ചിത്രീകരിക്കരുത്. സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്കാർക്കെങ്കിലും ഈ വാഹനത്തിൽ സീറ്റുള്ളതിൽ ആയവരെ നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കവരെയും ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകണം. അവരെങ്ങോട്ടാണോ പോകുന്നത്, നമ്മുടെ പാതയിലൂടെയാണോ അവർക്ക് പോവേണ്ടത് എങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ കയറ്റാൻ പറ്റുന്നത്ര ആളെയും വഹിച്ചുകൊണ്ട് നമുക്ക് പോകണം. അവർക്കിറങ്ങേണ്ട അവർ ഇറങ്ങിക്കൊള്ളട്ടെ. അവർ ചിലപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരാവാം, അവർ ചിലപ്പോൾ പള്ളികളിലേക്ക് പോകുന്നവരാവാം, അവർ ചിലപ്പോൾ ദേവാലയങ്ങളിലേക്ക് പോകുന്നവരാവാം. അവരെ നമ്മൾ അവിടെയെല്ലാം എത്തുമ്പോൾ അവിടെയെല്ലാം ഇറക്കിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. അവരെല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നാലും നമുക്ക് അവരെയും വഹിച്ചു കൊണ്ടുപോകണം. അപ്രകാരമുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു വാഹനമാവണം നമ്മുടേത്. അല്ലാതെ നമുക്ക് തട്ടലും മുട്ടലും ഉണ്ടായിക്കൊണ്ട് നമ്മുടെ വാഹനത്തെ നശിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലൂടെ നീ ഇനി ഡ്രൈവ് ചെയ്യരുത്. അപ്രകാരമുള്ള ഡ്രൈവ് ചെയ്താൽ ആയതിൻ്റെ ഉത്തരം വാഹനമാകുന്ന ശരീരമോ യജമാനനാകുന്ന മനസ്സോ ആവില്ല. കാരണം ആത്മാവാകുന്ന ഡ്രൈവറായിരിക്കും അതിനെല്ലാം ഉത്തരവാദി. അതാണ് ജീവിതം. ഇങ്ങനെയാണ്. ഇതാണ് ജീവിതത്തിൻ്റെ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളൊരിക്കലും അഹങ്കാരത്തിൻ്റെ മനോഭാവത്തോടു കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങരുത്. അത് നമുക്ക് ഒരുപാട് കഷ്ടതകളും നമുക്ക് ഒരുപാട് നാശങ്ങളും വിതയ്ക്കുന്നതായിട്ട് അനുഭവങ്ങളുണ്ട്, അനുഭവസ്ഥരുണ്ട്, അറിഞ്ഞതുണ്ട്, കേട്ടതുണ്ട്, കണ്ടതുണ്ട്. ഒരുപാട് സമൂഹത്തിലുണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടും അറിഞ്ഞതുകൊണ്ടും അതെല്ലാം മറ്റുള്ളവർ അനുഭവിക്കുന്നത് കൊണ്ടും കണ്ടറിഞ്ഞനുഭവിച്ചിട്ടുള്ളതാണ്. ആയതുകൊണ്ട് വിവരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമെല്ലാം സമൂഹത്തിനും യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും ചേർന്നിട്ടുള്ളതാകണം. സഹോദരിക്കും സഹോദരനും ചേർന്നിട്ടുള്ളതാകണം. മാതാവിനും പിതാവിനും ചേർന്നിട്ടുള്ളതാകണം. ഗുരുവിനും ഗുരുമാതാവിനും ചേർന്നിട്ടുള്ളതാകണം. അപ്രകാരം മാത്രമേ മുന്നോട്ട് പോകാനായിക്കൊണ്ട് പാടുള്ളൂ.
നമ്മുടെ യാത്രാമധ്യേ നമുക്ക് ക്ഷേത്രമുണ്ടാവാം, ക്ഷേത്രം കണ്ടിട്ടുണ്ടാവാം, പള്ളി കണ്ടിട്ടുണ്ടാവാം, ദേവാലയങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അവിടെ നിന്നെല്ലാം വരുന്ന ആളുകളോട് സഹവർത്തിത്വത്തോടു കൂടി പെരുമാറണം, സ്നേഹത്തോടു കൂടി പെരുമാറണം. അവരെല്ലാം മനുഷ്യരാണ്. അവർ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ അവരോട് മിണ്ടാതെയും സംസാരിക്കാതെയും ഇരിക്കരുത്. അവരെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ വർണ്ണമോ വർഗമോ നോക്കിയിട്ടാവരുത് അവരെ കാണേണ്ടത്. തന്നെ പോലെയുള്ള ഒരു ചൈതന്യത്തിനോ ഡ്രൈവർക്ക് ഉടമയാണ് ആ വാഹനവും ആ വാഹനത്തിൻ്റെ യജമാനനും. അറിഞ്ഞവർ അപ്രകാരം അവരോട് പെരുമാറണം. അതിമഹത്തായ ഒരു ഡ്രൈവറും അതിമഹത്തായിട്ടുള്ളൊരു സാക്ഷിയും അതിമഹത്തായിട്ടുള്ളൊരു വാഹനവുമാണ് അവരെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്രകാരമുള്ള രീതിയിലൂടെ വേണം മുന്നോട്ട് പോകുവാൻ. അഹങ്കാരമായിട്ടുള്ള പാത ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവാകുന്ന ഡ്രൈവറോട് പറയുന്നു, ഡ്രൈവറെ, അഹങ്കാരിയായിട്ടുള്ള യജമാനനെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വാഹനം ഓടിക്കുവാൻ. മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല നമ്മുടെ വാഹനത്തിലേക്ക് അവരെ സഹായിക്കാൻ. നമ്മുടെ വാഹനത്തിൽ മതവും ജാതിയുമില്ലാതെ വർണ്ണവർഗങ്ങളില്ലാതെ കണ്ട് ആരെയും നമ്മുടെ വാഹനത്തിൽ ഉള്ള സീറ്റിൽ കയറ്റി നമുക്ക് പോണ പാതയിലുള്ള അവർക്ക് പോകേണ്ട ക്ഷേത്രമാണെങ്കിൽ, അവർക്ക് പോകേണ്ടത് പള്ളികളിലാണെങ്കിൽ, അവർക്ക് പോകേണ്ടത് ദേവാലയങ്ങളിലാണെങ്കിൽ അവരവിടെ ഇറക്കി വിട്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരണം. നമുക്ക് ഇരിക്കും കാലം, നമ്മുടെ വാഹനം ഓടും കാലം ഈ വാഹനത്തിന് തന്നിട്ടുള്ള ചാർജ് തീരുന്നത് മുമ്പ് നമുക്ക് ആരൊക്കെ സഹായിക്കാൻ പറ്റും, അപ്രകാരമുള്ള സഹായ സഹകരണ മനോഭാവത്തോടു കൂടി, ധർമ്മനിഷ്ഠയോടുകൂടി, സത്യസന്ധതയോടുകൂടി, സ്നേഹവാത്സല്യത്തോടുകൂടി, സ്വഭാവശുദ്ധിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. മാതൃകാപരമായിട്ടുള്ള രീതിയിലൂടെ, അവസ്ഥയിലൂടെ, അപ്രകാരമുള്ള വ്യവസ്ഥയിലൂടെ പോകണം നമ്മൾ മുന്നോട്ട്. ഞാനും ആയതിന് റെഡിയാണ്, എൻ്റെ വാഹനവും അതിന് പര്യാപ്തമാണ്. ഡ്രൈവറെ, ബാക്കിയുള്ളതെല്ലാം നീയാണ് ചലിപ്പിക്കുന്നത്. നീ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. നീ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ട് തട്ടാതെ മുട്ടാതെ തടയാതെ വിവേചനങ്ങൾ കൂടാതെ കണ്ട് ജാതി മതത്തെ തിരഞ്ഞു പിടിക്കാതെ കണ്ട് കാണുന്ന മനുഷ്യനെ നിങ്ങൾ ഡ്രൈവറാകുന്ന നിങ്ങൾ വാഹനം നിർത്തിക്കൊണ്ട് ഈ വാഹനത്തിലേക്ക് വഴിമധ്യേ കാണുന്ന സഹോദരനെയോ സഹോദരിയെയോ കയറ്റിയുള്ള സീറ്റിൽ കയറ്റി അവർക്ക് പോകേണ്ടയിടത്ത്, അവർക്ക് പോകേണ്ടത് ചികിത്സാലയത്തിലാണോ, വേദപഠനത്തിനാണോ? വേദപഠനം ഏത് വേദമായിക്കൊള്ളട്ടെ, ആ വേദപഠനശാലയിലേക്കും നമുക്കവരെ കയറ്റിപ്പോകണം. അവർ ഏത് വേദമാണോ പഠിക്കുന്നത്, ഏത് വേദം പഠിപ്പിക്കുന്ന ശാലകളിലാണോ അവർ പഠിക്കുന്നത് എന്ന് നോക്കിയല്ല വാഹനത്തിൽ കയറ്റേണ്ടത്. ഏത് വേദങ്ങൾ പഠിച്ചാലും ഏത് മതഗ്രന്ഥങ്ങൾ പഠിച്ചാലും അവർക്ക് പോകേണ്ടത് എവിടെയാണോ അവിടെ നമ്മൾ അവരെ കൊണ്ടിറക്കണം. മാതൃകാപരമായി മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിൽ അവരെ കണ്ടുകൊണ്ടും അവർ വിശ്വസിക്കുന്നതും മറ്റുള്ളവർ വിശ്വസിക്കുന്നതും ഒന്ന് തന്നെയാണ്. പല പുഴകളിലെയും ജലം ഒരു സമുദ്രത്തിൽ ചെന്ന് എത്തപ്പെടുന്നത് എപ്രകാരമാണോ അപ്രകാരമാണ് സർവ ആരാധനകളിലൂടെയും മതങ്ങളിലൂടെയും സത്യധർമ്മത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള ആരാധനകളും വിഷയങ്ങളും ചെന്നെത്തുന്നത്. മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ഏത് മതത്തിൽ ഏത് ആചരണങ്ങൾ നടത്തിയാലും അത് ഇപ്രകാരം എത്തിപ്പെടില്ല എന്നുള്ളൊരു ബോധ്യം ഏവരിലും ഉണ്ടാകണം. അപ്രകാരമുള്ള മതപഠനശാലകൾ ഉണ്ടെങ്കിൽ, അപ്രകാരമുള്ള
മതങ്ങൾ അപ്രകാരമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മതത്തിൽ നിന്നും അപ്രകാരമുള്ള വാക്യങ്ങളെ കാവ്യങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് മാറി നിൽക്കണം. മതം മാറാനല്ല, ആയതിൽ നിങ്ങളൊരു മനുഷ്യനായി മാറണം. തെറ്റെന്തെന്നും ശരിയെന്തെന്നും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പിന്മാറ്റം. ആ മതത്തിൽ നിന്ന് മാറുകയേ വേണ്ട. ആ മതത്തിലാണ് നമ്മുടെ മാതാവും പിതാവും പിതാവിൻ്റെ പിതാവും നിലകൊള്ളുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് അവരുടെ ശാപവചസ്സുകൾ നേടാനാകാതെ നമ്മൾ മുന്നോട്ട് പോകണം. അവർ ശപിക്കുന്ന രീതിയിലൂടെ നമ്മൾ മതം വിട്ടു പോവുകയോ ജാതി വിട്ടു പോകുകയോ സംസ്കാരം വിട്ടു പോകുകയോ ചെയ്യരുത്. അവരെ തലോടിക്കൊണ്ടും സാന്ത്വനിപ്പിച്ചുകൊണ്ടും അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യന് പോലും ഒരു വാക്കുകൾ കൊണ്ടും ഒരു പോറലേൽപ്പിക്കാതെ കണ്ട് പരിചരിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള മാനുഷിക മൂല്യങ്ങൾക്കുതകുന്നൊരു ബോധ്യം ഏവരിലും നേടിയെടുക്കണം. ഇച്ഛാശക്തിയോടുകൂടി അപ്രകാരമുള്ള നല്ല മക്കളായി മാറണം. ലോകത്തിലുടനീളം ഉള്ളവരെല്ലാം, അത് അച്ഛനുമാവാം, അമ്മയുമാവാം, സഹോദരിയുമാവാം, സഹോദരനുമാവാം, മക്കളാവാം, മരുമക്കളാവാം, ഗുരുവാവാം, ശിഷ്യനാവാം, അധ്യാപകനാവാം, വിദ്യാർത്ഥിയാവാം, ഡോക്ടറാവാം, വക്കീലാവാം, ജഡ്ജിയാവാം, പോലീസാവാം, സൂപ്രണ്ടാവാം, ഭരണാധികാരികളാവാം. എല്ലാവരും മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ കർമ്മങ്ങൾ ചെയ്തു തുടരണം. അധാർമികപരമായിട്ടുള്ള നമുക്ക് നൽകിയിട്ടുള്ള, നമുക്ക് നാട് നൽകിയിട്ടുള്ളതായിട്ടുള്ള കർത്തവ്യബോധം, ആ ബോധ്യം നമുക്ക് വേണം. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യം മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ അസത്യപ്രജ്ഞതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നവരായിത്തീരരുത്. ഒരു ചൊല്ലുണ്ട് നാട്ടിൽ, ഒരു ജോലി കിട്ടിയാൽ പിന്നെ പണിയില്ല, ജോലി കിട്ടുന്നത് വരെ പണിയുള്ളൂ. ശരിയാണ്. ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടണം, കഷ്ടതകൾ അനുഭവിക്കണം, വിഷമതകൾ അനുഭവിക്കണം. പല കാരണത്താലും സാമ്പത്തികപരമായിട്ട് ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസൗകര്യങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം, ദുഃഖിപ്പിച്ചിട്ടുണ്ടാവാം. വേണ്ട രീതിയിലുള്ള പഠനം മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ, പിന്നീട് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ പിന്നീട് നമുക്ക് എന്തില്ല, നമ്മുടെ ഭാവി സുരക്ഷിതമായി. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്തുണ്ടായി? ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് നമ്മൾ ആ മാതൃകാപരമായിട്ടുള്ള ജോലി നേടുവാനായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ അധികാരം കിട്ടുവാനായിക്കൊണ്ട് പ്രാപ്തിയായെങ്കിൽ, ഒരുപാട് അധർമ്മം ചെയ്തിട്ടാണ് നിങ്ങൾ എത്തിയതെങ്കിൽ തിരുത്തണം. ഭരണത്തിലിരിക്കുന്നവർ അധർമ്മത്തിലൂടെയാണ് ഞാൻ ഈ പദവിയിലെത്തിയിട്ടുള്ളത്, ഈ പ്രതിനിധിയായി അല്ലെങ്കിൽ ഈ ഭരണാധികാരിയായി ഭരണത്തിലിരിക്കുവാൻ കയറുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കിയത് അപ്രകാരമുള്ളൊരു നിലപാടായിരുന്നു എങ്കിൽ, ഭരണത്തിലേറിയിരുന്നാൽ അന്നു മുതൽ ഞാൻ കർത്തവ്യമുള്ള, മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന കർത്തവ്യബോധ്യമുള്ള ഒരു ഭരണാധികാരിയായി, ഒരു ഉദ്യോഗസ്ഥനായി, ഒരു അധ്യാപകനായി മാറണം. നമ്മുടെ നാട്ടിനു വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി മാതൃകാപരമായിട്ടുള്ള രാജ്യമായി, നാടായി, വീടായി മാറണം, കൂടായി മാറണം, കൂട്ടായി മാറണം, കുടുംബമായി മാറണം. അപ്രകാരമുള്ള നല്ല ചിന്തയിലൂടെ, നല്ല ഭംഗിയോടുകൂടിയിട്ടുള്ള, ഇഷ്ടത്തോടുകൂടി, സ്വഭാവശുദ്ധിയോടുകൂടി, സ്വഭാവ വൈവിധ്യം കൊണ്ട് ഉദ്ധരിക്കണം ഏവരും, ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും വൈദികരും ഏവരും അപ്രകാരമായി നല്ലവരായി, നല്ല നാടിൻ്റെ നല്ല മക്കളായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ നാട് വീണ്ടും നമ്മുടെ നാടെന്നാൽ നമ്മളിരിക്കുന്നത് തന്നെ നമ്മുടെ നാട്. അത് എവിടെയാണോ നമ്മുടെ നാട്, ഈ ഭൂഖണ്ഡം തന്നെയാണ് നമ്മുടെ നാട്. ആയതിൽ
ചില വ്യവസ്ഥകളോ നിയമങ്ങളോ നമുക്ക് ഭരിക്കുന്നതായിട്ടുള്ള ഓരോരോ പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചില നിയമങ്ങളോ നിയന്ത്രണ രേഖകളും ഉണ്ടാവാം. എങ്കിലും മനുഷ്യൻ എവിടേക്കാണോ ഉള്ളത് ആ മനുഷ്യരെല്ലാം ഒരേ നാട്ടുകാരാണ്, ഒരേ മനുഷ്യരാണ്, ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആരെയും തല്ലുവാനോ കൊല്ലുവാനോ ജനിച്ചവരല്ല. നമ്മൾ ജനിച്ചിട്ടുള്ളത് പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ടുള്ള ജന്മമാണെന്നറിയണം. ഒരു വളർത്തു ജീവിക്ക് ആ ജീവിയുടേതായിട്ടുള്ളൊരു ബോധ്യം, ആ ജീവി എങ്ങനെ ജീവിക്കുന്നു, ആ ജീവിയുടെ ആഹാരം എന്താണ്, ആ ജീവി കഴിക്കേണ്ടത് എന്താണ്, അവർക്ക് കുറഞ്ഞൊരു ബോധ്യമേ ആയ ജീവനിലും ദേഹം കൊണ്ടും അവർക്കുള്ളും. അവർ ചെയ്യുന്നത് കുറ്റമാണെന്നും കുറവാണെന്നും കണ്ടെത്തുന്ന മനുഷ്യനാണ് കുറ്റക്കാർ. അവർക്ക് നല്ലതെന്താണെന്നും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. അവർ കാട്ടുന്നതൊരക്രമമായി കാണരുത്. കാരണം അവർക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള കാവ്യവും കലയുമാണെന്നറിയണം. അല്ലാതെ അവർ അതൊരു കൊലയാണ് ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കരുത്. കാരണം അവർക്കുള്ള ബുദ്ധി വെച്ചുകൊണ്ടാണ് അവർ ഇര തേടുന്നതും ഇര പിടിക്കുന്നതും. ഇല്ലെങ്കിൽ അവരെ എതിരെ വരുന്നത് തന്നെ ആക്രമിക്കുവാനായിക്കൊണ്ടുള്ള ആരോ വരുന്നതെന്നുള്ള ധാരണയോടുകൂടിയാവാം അവർ മറ്റുള്ളവരെ ആക്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർ വസിക്കുന്നയിടം മറ്റുള്ളവർ മനുഷ്യനായിട്ടിരിക്കുന്നത് കാട്ടിൽ കാട് കയറി അവിടെ കൂട് വയ്ക്കുമ്പോൾ കാടിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുമ്പോൾ, കാട്ടിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ളത് കിട്ടാതെയാകുമ്പോൾ അവർ നാട്ടിലിറങ്ങി നാട്ടിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യരാണ്, ഞാനവരെ നശിപ്പിക്കട്ടെ എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ മൃഗങ്ങളെല്ലാം മനുഷ്യനെ നശിപ്പിക്കുവാനായിക്കൊണ്ടിറങ്ങിയതാണെന്ന്. പക്ഷേ ആ പാവപ്പെട്ട ജീവിയിൽ മനുഷ്യനെന്താണ്, മൃഗം എന്താണ് എന്നുള്ള ചിന്താശക്തി ഇല്ലാത്തത് കൊണ്ട് അവർ ഏതു തരത്തിലുള്ള ജീവിയാണോ, ഏതു തരത്തിലുള്ള മൃഗമാണോ ആ മൃഗം എന്നും ആ മൃഗത്തിൻ്റെ ഒരു ചിന്ത മാത്രമേ ആയതിൽ നിലകൊള്ളുന്നുള്ളൂ. അവിടെ തെറ്റെന്നോ ശരിയെന്നുള്ളൊരവസ്ഥ നിലകൊള്ളുന്നില്ല. അപ്രകാരം ആവരുത് മനുഷ്യൻ. നമുക്ക് ചിന്താശക്തിയുണ്ട്. യജമാനനായിരിക്കുന്ന ഞാൻ എൻ്റെ വാഹനത്തെ ദുഷ്ടമാർഗങ്ങളിലൂടെ വാഹനം ഓടിച്ചാൽ ഞാനെന്നുള്ള വ്യക്തിയുടെ ധർമ്മം അധർമ്മമായി പരിലസിക്കുന്നു. നമ്മുടെ കർത്തവ്യം അകർത്തവ്യമായി മാറുന്നു. നമ്മൾ ഈ നാട്ടിന് വേണ്ടാത്തവരായും ആർക്കുമൊരു കൂട്ടുവേണ്ടാത്തവനായും തീരുന്നു. കലകൾ അങ്ങനെ പറയുന്നു, കാവ്യം രചിക്കുന്നു. അതാണ് മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതത്തിലൂടെ മാത്രമേ ഈ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂന്ന് നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഉള്ളിനോട് പറയണം. മഹാത്മാവേ, ഗുരുതുല്യനായി ഇന്നു മുതൽ ഞാൻ കാണുന്നു അങ്ങേ ഈ വാഹനം നയിക്കുവാനും സ്റ്റാർട്ടാക്കി ഓടിക്കുവാനും അങ്ങേക്ക് കമ്പനി അങ്ങേ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം ഘടിപ്പിച്ചിട്ടുള്ളൊരു ഡ്രൈവറാണ്. അങ്ങേക്ക് ഈ വാഹനം മാത്രമേ ഓടിക്കുവാനുള്ള അവകാശമുള്ളൂ. ഈ വാഹനം നശിച്ചു പോയാൽ, തട്ടുകയോ മുട്ടുകയോ തകരുകയോ ചെയ്ത് നശിച്ചു പോയാൽ, ഞാനും ഈ വാഹനവും നശിച്ചു പോയാൽ ഡ്രൈവറാകുന്ന അങ്ങ് പഠിച്ചെടുത്ത സിദ്ധിച്ച മാർഗങ്ങളിലൂടെ അങ്ങ് ഏതപകടത്തിൽ നിന്നും അങ്ങ് കഴിച്ചിലായി പോകുന്നു. വീണ്ടും അങ്ങ് ഈ വാഹനത്തിൽ നിന്നും തകർന്നടിഞ്ഞ ഈ വാഹനത്തിൻ്റെ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കമ്പനി വേറൊരു വാഹനം നിർമ്മിക്കുന്നു. ഈ വാഹനത്തിൻ്റെ മെമ്മറി കാർഡ് പരിശോധിച്ച് അതിൻ്റെ പോരായ്മകളെ എല്ലാം തീർത്തുകൊണ്ട് ആ സോഫ്റ്റ്വെയർ കൊണ്ട് വീണ്ടും ഒരു വാഹനത്തെയും എഞ്ചിനെയും
ആയതിൻ്റെ ഒരു സാക്ഷിയായി നിലകൊള്ളുന്ന ആ സാക്ഷിയെയും ആയതിൽ സങ്കല്പിച്ചുകൊണ്ട് വീണ്ടും ആ സോഫ്റ്റ്വെയർ കൊണ്ട് വീണ്ടും ഒരു വാഹനം, ഒരു ശരീരം വീണ്ടും നിർമ്മിക്കുന്നു. അത് വീണ്ടും ചെറിയൊരു കുഞ്ഞായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ സോഫ്റ്റ്വെയറെല്ലാം ബന്ധിച്ചുകൊണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചിപ്പ്, ഒരു ബീജം കമ്പനിയിലൂടെ ഹെഡ് ഓഫീസർ ആ ഫാക്ടറി ആകുന്ന മാതാവിലേക്ക് കൊടുക്കുന്നു. ആ മാതാവാകുന്ന ഫാക്ടറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപമ അതിര് കടക്കുന്നവരുണ്ടെങ്കിൽ പൊറുക്കണം. ആരെയും ദോഷമായി കണ്ടുകൊണ്ടല്ല, ഈ കല മനസ്സിലാകത്തക്ക രീതിയിൽ വർണ്ണിക്കുവാനായിക്കൊണ്ടെന്ന് മനസ്സിലാക്കിയവരും ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം. ആരെയും വേദനിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ കൽപ്പിച്ചെന്നോ അങ്ങനെ സങ്കല്പിച്ചെന്നോ ഒരു തരത്തിലുമുള്ള വിചാരണകളും ഇതിലൂടെ പാടില്ല. ഞാനും നിങ്ങളെപ്പോലുള്ളൊരു സാധാരണ അവസ്ഥയിൽ നിലകൊള്ളുന്നവരാണ്. എന്നെ ഇതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് പഞ്ഞിക്കിടരുതെന്നൊരപേക്ഷയും ഞാൻ വയ്ക്കുന്നു. ഇതുപേക്ഷ കൂടാതെ നിങ്ങൾ പാലിക്കണം. പറയുന്നു, അങ്ങനെ ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ എത്തുന്ന ആ സോഫ്റ്റ്വെയർ അടങ്ങുന്ന ആ ബീജം 10 മാസത്തിനകം അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, അതിൻ്റെ സോഫ്റ്റ്വെയറുകളും അതിൻ്റെ മെമ്മറിയെല്ലാം പൂർത്തീകരിച്ച്, അതിൻ്റെ ബുദ്ധിയും ബോധവുമെല്ലാം സ്വരൂപിച്ച്, അതിൻ്റെ ടയറും അതിൻ്റെ ചേസും വീലും എല്ലാം എഞ്ചിനും എല്ലാം കറക്റ്റായി അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലെത്തി 10 മാസങ്ങൾ കൊണ്ട് ആ കമ്പനിയിൽ, ആ ഫാക്ടറിയിൽ നിന്നും ആ കുഞ്ഞു വാഹനം പുറത്തേക്ക് വരികയായി. ഡ്രൈവറെയും ആ സോഫ്റ്റ്വെയറിനെയും കൂടി ബന്ധിച്ച്, മുൻപത്തെ വാഹനത്തിലെ ഡ്രൈവറെയും ആ സോഫ്റ്റ്വെയറിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ കുഞ്ഞാകുന്ന വാഹനം വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുന്നു. അപ്രകാരമാണ് ഈ കല നടക്കുന്നതെന്ന് ബുദ്ധിയും ബോധ്യവും അനുഭവിച്ചുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും അറിയിക്കുന്നു. ഇപ്രകാരമാണ് ഈ കല നടക്കുന്നത്. വീണ്ടും പ്രായശ്ചിത്തം ചെയ്യാതെയാകുമ്പോൾ നമുക്കിവിടുന്ന് കമ്പനി കൊടുത്തിട്ടുള്ള ആ ഗ്യാരണ്ടി പൂർത്തിയായാൽ, ആ വാഹനത്തിന് നൽകിയിട്ടുള്ള ചാർജ് തീരാനായി കഴിഞ്ഞാൽ ഡ്രൈവർക്കുള്ള ഉപദേശം എന്താണ്? ഡ്രൈവറെ, ഈ വാഹനം നീ സുരക്ഷിതമായി പലർക്കും ഉപകാരപ്രദമാകുന്ന അവസ്ഥയിലൂടെ ഈ യജമാനനാകുന്ന ഈ സാക്ഷി, അപ്രകാരമുള്ള വാഹനം നീ പൂർണ്ണതയോടുകൂടി ശുദ്ധീകരിച്ചാണ് ഞാൻ ഈ കമ്പനി കൊടുത്തിട്ടുള്ള ഡേറ്റ് വരേക്കും, ആ വർഷം വരേക്കും, ആ ദിവസം വരേക്കും, സമയം വരേക്കും നീ വാഹനം ഓടിച്ചതെങ്കിൽ, നിൻ്റെ യജമാനൻ ആയത് നിനക്ക് ഉത്തരവാദിത്തം തന്നിട്ടുണ്ടെങ്കിൽ, അപ്രകാരമാണ് നീ വാഹനം ഓടിച്ചതെങ്കിൽ, നീ മാതൃകാപരമായുള്ള ഡ്രൈവറായി മാറി പിന്നീട് നിനക്ക് ഒരു വാഹനം ഓടിക്കണ്ട. നിനക്ക് പെൻഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും വാഹനം ഓടിക്കാതെ എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഡ്രൈവറായി കണ്ടുകൊണ്ട് നിനക്ക് സദാ വിരാജിക്കാം സ്വസ്ഥതയോടുകൂടി. തിക്കും തിരക്കുമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയിൽ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ, ദുഃഖങ്ങളില്ലാതെ, സുഖങ്ങളില്ലാതെ കണ്ട് സദാ സ്വസ്തിപദത്തിൽ ആനന്ദമയമായി പറന്നുല്ലസിക്കാം ആത്മോല്ലാസായി. അതാണ് ഈ ചാനലിന് കൊടുത്തിട്ടുള്ളൊരു പേര്.
ഈ പേര് ഒരു ചാനലിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളൊരു പേരല്ല. ഇതെന്നോട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനായിക്കൊണ്ടൊരു പേര് വേണം. അപ്പം എന്നോടത് ഒരു പേര് വേണം എന്ന് പറഞ്ഞതനുസരിച്ച് അവർക്കൊരു പേര്, ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പേര് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾ ആ കുട്ടിക്ക് ആത്മോല്ലാസ് എന്നുള്ള പേരിട്ടോളുന്നു. പക്ഷേ അവരിത് പല കുറി അവരുടെ മനസ്സിലും അവരുമായി ബന്ധപ്പെട്ടവരോട് കൂടി ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പേര് ഇടാനായിക്കൊണ്ട് അവർ തയ്യാറായില്ല. രണ്ടാമതും ഇതുപോലെ തന്നെ ഏട്ടൻ്റെ വേറൊരു മകൾക്കും കുട്ടിയുണ്ടായപ്പോൾ ഇതേപോലെ തന്നെ എന്നോട് ചോദിച്ചൊരു പേര് വേണം. അപ്പോഴും ഞാൻ പറഞ്ഞു, ഏതായാലും ഈ പേര് മറ്റേ കുട്ടിക്ക് ഇട്ടിട്ടില്ലല്ലോ, ഈ പേര് തന്നെ ഇട്ടോളൂ. അതും മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരിടാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ പേര് ഞാനിടുമ്പോൾ അതൊരു നല്ല പേരല്ല എന്നല്ല, ഇപ്പോൾ ഒരു കേട്ട പേരല്ല, കേൾക്കാത്ത പേര് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരെന്നോട് ചോദിച്ചത്. ഞാൻ കൊടുത്ത പേര് ഒരാൾ ഉപേക്ഷിച്ചാൽ മറ്റാളാ പേര് ഇട്ടാൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുത്തത്. പക്ഷെ അവരും ഇത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. വീണ്ടും മൂന്നാമത്തെ ഒരാൾ ഏട്ടൻ്റെ മകൻ്റെ കുട്ടിക്ക് വേണ്ടി പേര് വേണം എന്ന് ചോദിച്ചപ്പോഴും മൂന്നാമത്തെ കുട്ടിക്കും അതും ആൺകുഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ് ആത്മോല്ലാസ് എന്നുള്ള പേരിട്ടോളും, അതിന് യാതൊരു കുഴപ്പമില്ല. ആ പേര് 2 കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് അത് ഇട്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പേരിങ്ങനെ എല്ലാവരും അറിഞ്ഞൊരു പേരാണ്, ആർക്കും ഇട്ടിട്ടില്ല. പക്ഷെ ഇനി ആ പേര് ഇടുമ്പോൾ അതൊരു അത്ര നല്ലൊരു പേരാവില്ല. അങ്ങനെ ആ പേര് അവരും ഉപേക്ഷിച്ചു. അപ്പം ഞാനെന്തായി, അങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു പേര് വേണമെന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പിന്നെ ആലോചിക്കാനുണ്ടായില്ല. ആ പേരാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പേരായി എനിക്ക് തോന്നിയതും. അപ്രകാരം തന്നെ ആ പേര് ഞാൻ ഈ ചാനലിന് ആത്മോല്ലാസ് എന്നുള്ള പേര് ഈ ചാനലിന് കൊടുക്കുകയും ചെയ്തു. ഈ ലോകത്തിൽ വേണ്ടത് അതാണ്. നമുക്ക് നമ്മുടെ ആത്മാവിലാണ് നമുക്ക് ഇഷ്ടം വേണ്ടത്, ആത്മാവിലാണ് നമുക്കെല്ലാം വേണ്ടത്. നമ്മുടെ മനസ്സ് പല ഭാഗങ്ങളിലേക്കും പോകും. കാണുന്നതെല്ലാം വേണം, കേൾക്കുന്നിടത്തെല്ലാം പോകണം. അത് അക്രമമായാലും അനീതിയായാലും എന്തായാലും ശരി, കേട്ടിടത്തൊക്കെ പോകണം. അത് കേട്ടറിഞ്ഞാൽ അവിടെ പോകണം എന്നുള്ളൊരു ചിന്തയായി അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ പോയി എത്തിപ്പെടാൻ വേണ്ടി നോക്കും. അവിടെ കച്ചറ ആയാലും വേണ്ടില്ല, എന്ത് തന്നെ ആയാലും വേണ്ടില്ല, അത് കണ്ടെങ്കിലേ അടങ്ങും. എന്നിട്ട് അതിലൊക്കെ പോയി ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. പാർട്ടിൻ്റെ ഈ കുട്ടിക്കലാസം, ഈ പ്രചരണത്തിൻ്റെ ലാസ്റ്റ് ദിവസം കുട്ടിക്കലാസം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ പല ടൗണുകളിലും അങ്ങാടിയിലൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മളവിടുന്ന് പോയ കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടി പോയി റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വാഹനങ്ങളൊക്കെ ഒരുപാട് റോഡ് സൈഡിലും ഒക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി ഈ പാർട്ടിക്കാർ തമ്മിലുള്ള ആ എന്താ പറയുക പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പാട്ടുകളും അവർ പല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അതിൽ കുറച്ച് വൈരാഗ്യം മൂത്തപ്പോൾ തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ ഈ കലാശിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് എന്താണ് ലാത്തി വീശിയപ്പോൾ ഈ പരിപാടി ആസ്വദിക്കാൻ പോയവർക്ക് കണക്കിന് കിട്ടി. ഓടിയ ഭാഗത്ത് പിന്നെ പുല്ല് പോലും മുളയ്ക്കില്ല എന്നല്ല, അപ്രകാരമുള്ള ഓട്ടം ഓടി. പിന്നീട് അവർ ജീവിതത്തിൽ പിന്നെ കുട്ടിക്കലാസം കാണാൻ വേണ്ടി പിന്നെ പോകാൻ സാധ്യത കുറവാണ്. അടിയുടെ ചൂടിനനുസരിച്ച്
പല വർഷങ്ങളും പിന്നെ അവർ പോകില്ല. പിന്നെ ആ ചൂടിൻ്റെ അടിൻ്റെ ശക്തിക്കനുസരിച്ച് ഏറ്റക്കുറച്ചിൽ എങ്ങനെ അപ്രകാരമുള്ളൊരു അടി അത്ര ചൂടില്ലല്ലോ. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 2 പ്രാവശ്യം കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം അപ്പോഴേക്കിനൊരു 10-14 കൊല്ലമായിട്ടുണ്ട്. കാരണം ഇത് എന്നുള്ളതല്ല, ചിലപ്പം 4-5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മുന്നേ വീണ്ടും വരിക. അപ്പോൾ പോവില്ല, കഴിഞ്ഞാലൊന്നും കിട്ടിയേ മതി. പ്രാവശ്യം കുട്ടിക്കലാസം കാണണ്ട, വീട്ടിൽ TV-യിൽ കണ്ടാൽ മതി. അതാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് തോന്നുന്ന ഭാഗത്തേക്ക് നമ്മളെ വാഹനം ചലിപ്പിക്കാതിരിക്കുവാനായിക്കൊണ്ട് നമ്മൾ ആത്മാവുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കാനായിക്കൊണ്ട് ഏതായാലും ജനിച്ചില്ലേ, നമുക്ക് ജനിച്ചാൽ ജന്മശുദ്ധി കൈവരണം എന്നുള്ളൊരു തത്വമുണ്ട്. ജന്മശുദ്ധി കൈവരണം. നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വരുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളിലൊരു മാനുഷിക മൂല്യങ്ങളടങ്ങുന്നൊരു കർത്തവ്യം മാത്രമേ നമ്മുടെ ആത്മാവ് സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നുള്ളുകയോ മറ്റുള്ളവരെ തല്ലുകയോ ചെയ്യുന്നത്, മറ്റുള്ള വാഹനത്തെ ഇടിപ്പിക്കുകയോ മറ്റുള്ള വാഹനത്തെ നമ്മൾ ചലിപ്പിക്കുവാൻ മെനക്കെടുകയോ ചെയ്യാതെ അവരവരുടെ വാഹനം മാത്രം, അവരവരുടെ വാഹനത്തെ മാത്രം കണ്ടുകൊണ്ട് ഇതിനെ ചലിപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകണം. മറ്റുള്ളവരുടെ വാഹനം മറ്റുള്ളവർ ചലിപ്പിക്കട്ടെ. അവരിലും ഇപ്രകാരമുള്ള സോഫ്റ്റ്വെയറും സാക്ഷിയും ഡ്രൈവറുമുണ്ട്. അവർ പോകുന്നതിന് നമുക്ക്, നിങ്ങൾ പോകുന്നത് ഇന്ന ഭാഗത്തേക്കാണെങ്കിൽ ഈ റോഡ് മാർഗം പോയാൽ നിങ്ങൾക്ക് വേഗം അവിടെ എത്തപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾ അപ്രകാരം ആ ഭാഗത്തുകൂടെ മറ്റേ ഭാഗത്തുകൂടെ പോയാൽ ആ റോഡ് ഒരുപാട് മോശമാണ്, ആ റോഡ് ഒരുപാട് ദുർഘടങ്ങൾ പിടിച്ചതാണ്, ആ റോട്ടിലൂടെ പോയാൽ യാത്ര ഒരുപാട് വഴുകും, ഈ റോഡ് മാർഗേ പോയാൽ നിങ്ങൾക്ക് വേഗം എത്താം ആ സ്ഥലത്തേക്ക്. അതിന് അങ്ങനെ പറയുന്നു. ഒരുപാട് ആളുകളുണ്ട് ഈശ്വരനെ തേടി നടക്കുന്നവർ, ഒരുപാട് ആളുകൾ ഈശ്വരനെ തേടി നടക്കുന്നവരുണ്ട്. ഈശ്വരൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അവർ തിരയുന്നതും തേടുന്നതും ചിന്ത ഇതുണ്ടെങ്കിലും ശരി, അവരുടെ പ്രവൃത്തികളും ആശകളുമെല്ലാം ശരീരഭോഗമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പല കപടമായിട്ടുള്ള ആചാര്യന്മാരും കപടമായിട്ടുള്ള ചില ഉസ്താദുമാരും കപടമായിട്ടുള്ള ചില അച്ഛന്മാരും നമ്മുടെ സംസ്ഥാനത്തും ജില്ലകളിലും പുറത്തും, ഇന്ത്യയിലും പുറത്തും എല്ലായിടങ്ങളിലുണ്ട്. ജാതി മത വർണ്ണവർഗം ഏതും തിരിച്ചറിയാതെ കണ്ട് അവർ എല്ലാറ്റിലും കേമനായി വാഴുന്നു. ഉണ്ടും ഉറങ്ങിയും ഭുജിച്ചും ഭജിച്ചും ഭോഗങ്ങൾ അനുഭവിച്ചും അവർ ഗുരുവായും അവർ മറ്റും പല മഹത്വത്തിൻ്റെ പേരും നേടിയെടുത്തുകൊണ്ടും ചുറ്റുപാടുമുള്ളതിനൊക്കെ പണവും അവർക്ക് കിട്ടുന്നതായിട്ടുള്ള പലതും അവർ ചവച്ച് തുപ്പുന്ന എച്ചിൽ കൊടുത്തുകൊണ്ടും ഒരുപാട് പേരെ അവർ സ്വാധീനിച്ചുകൊണ്ടും അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും താങ്ങിക്കൊണ്ടും നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഞാൻ പറയുന്നത് മതമല്ല, വർഗമല്ല, പറയുന്നത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ വർണ്ണത്തിലും വർഗത്തിലും സംസ്കാരത്തിലുമുണ്ടവരെല്ലാം. ഒന്നിനൊന്ന് താഴ്ത്തിയോ പൊക്കിയോ അല്ല ഞാൻ കാണുന്നത്. എല്ലാറ്റിലും പലതരത്തിലുള്ള വർണ്ണങ്ങളും ചമയങ്ങളോടും അലങ്കാരങ്ങളോടും കൂടി ഒഴുക്കങ്ങളോടും കൂടി ഇരിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയാണോ? അല്ല. അതിപവിത്രമായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന പല നേതാക്കന്മാരും പണ്ഡിതന്മാരും ഋഷികളും ആചാര്യന്മാരുമെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. അത് പണക്കാരിലുണ്ട്, പാവപ്പെട്ടവരിലുണ്ട്, ഒന്നും ഏതുമില്ലാത്തവരിലുണ്ട്, ഉള്ളവരിലുമുണ്ട്. ആരും അവരെ തിരിച്ചറിയുന്നില്ല. അവരാരും ഒന്നും ആഗ്രഹിക്കുന്നവരല്ല, അവരൊന്നും വാങ്ങുന്നവരല്ല. അപ്രകാരമുള്ള തൻ്റെ ശരീരത്തിൻ്റെ ഭോഗത്തിനാവശ്യമായിട്ടുള്ളത്
ഒന്നും സ്വീകരിക്കുന്നവരുമല്ല. അവർ ആരെയും ചതിക്കുന്നും വഞ്ചിക്കുന്നുമില്ല. അവർ സ്വസ്ഥമായി ജീവിക്കുന്നു. അപ്രകാരമുള്ള ആളുകളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും നാട്ടിലുണ്ട്. ശ്രദ്ധിക്കണമേവരും. നമ്മുടെ വാഹനത്തെ മാതൃകാപരമായ രീതിയിലൂടെ, എന്താണ്, ഫാക്ടറിയിൽ നിന്നും നമ്മൾ വരുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്നും, പിന്നെ ഞാൻ പറയുന്നു, ഞാനൊരു ഫാക്ടറിയായി ആ മഹത്വത്തെ, ഞാൻ ആ മഹനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ, ആ ഒരു ബ്രഹ്മമായി നമ്മൾ ജനിക്കുന്ന ആ ബ്രഹ്മസ്വരൂപമായി നിലകൊള്ളുന്ന സ്ത്രീ പ്രജകളെ, അമ്മമാരെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്കല്ല പോകുന്നത്. ചില വർണ്ണിക്കുന്ന രീതി ഏവർക്കും അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും മനസ്സിലാകണം എന്നുള്ള തലത്തിൽ മാത്രമേ, അല്ലാതെ ദേവിയാണ് സത്യം, ഈശ്വരനാണ് സത്യം, അവരെ അവഹേളിക്കുകയല്ല. പകരം പറയുന്ന അങ്ങനെ ഫാക്ടറി എന്നൊക്കെ പറയണം, അങ്ങനെ പറഞ്ഞൂടെ. നമ്മൾ ഡ്രൈവറും വാഹനം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ വാഹനം ഗർഭപാത്രത്തിൽ നിന്നാണ് വരുമ്പോൾ അതിന് യുക്തിക്ക് ചേരുന്നുണ്ടോ? അതിന് ചേരുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനെ അവഹേളിക്കുകയല്ല. മാതൃകാപരമായി ഞാനെപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മാതൃഭാവമാണ്. ഒരിക്കലും ഒരു കുറ്റം കണ്ടുകൊണ്ടോ പോരായ്മ കണ്ടുകൊണ്ടോ അല്ല ഈ സമൂഹം അവരോട് കാണിക്കുന്ന അധപ്പതിച്ചിട്ടുള്ള സംസ്കാരമില്ല എൻ്റെ സംസ്കാരം. എൻ്റെ സംസ്കാരം മാതാവിനെ മാതാവായും പിതാവിനെ പിതാവായും കാണണമെന്നുള്ള സംസ്കാരമാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നതും അറിയുന്നതും. അപ്രകാരമാണ്. മാതാവിനെ വന്ദിക്കണമെന്നും മാതാവിനെ വന്ദിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിന്ദിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. ആ മാതൃഭാവത്തോട് അപ്രകാരമുള്ളൊരു നല്ല നിലപാട് വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നവരും വെച്ച് പുലർത്തുന്നവനാണെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന മക്കളെ ഈശ്വരൻ തിരിച്ച് അവിടേക്ക് തന്നെ ആ സമയം കഴിഞ്ഞാൽ, ആ ഗ്യാരണ്ടി കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ ചെന്നെത്തണം. ആ ഡ്രൈവർക്ക് ആ വാഹനം മാതൃകാപരമായ രീതിയിലൂടെ അവിടെ തന്നെ കമ്പനിയിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം. അതാണ് ഓർഡർ. അങ്ങനെ ആ ഡ്രൈവറെ പിന്നീട് പെൻഷനും മറ്റുള്ള വർണ്ണങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങൾ കൊണ്ടും അവൻ പെൻഷൻ പറ്റി മാതൃകാപരമായിട്ടുള്ള ഡ്രൈവറായി മാറി. അവന് പിന്നീട് വാഹനമില്ല. സദാ ആ ഡ്രൈവർ വിരാജിക്കുന്നു. മാതൃകാപരമായിട്ടുള്ള ആ ഡ്രൈവർ, ഇങ്ങനൊരു വാഹനം ഓടിച്ച ഡ്രൈവർ മരിക്കാതെ സ്മരണയിൽ എന്നും ഒരു ഡ്രൈവറായി ജീവിക്കുന്നു സമൂഹത്തിൽ. അതാണ് ശ്രീകൃഷ്ണനാകുന്നതും, അതാണ് ക്രിസ്തുദേവനാകുന്നതും, അതാണ് മുഹമ്മദാകുന്നതും, ബുദ്ധനാകുന്നതും, എല്ലാം നാരായണ ഗുരു ആകുന്നതും ചട്ടമ്പി സ്വാമികളാകുന്നതും ആ ഡ്രൈവറാകുന്ന ആത്മാവാകുന്നു. അതാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനാകുന്നതും ക്രിസ്തുവാകുന്നതും മുഹമ്മദാകുന്നതും ഞാൻ തന്നെ. എന്നാൽ ഞാനെന്നുള്ളൊരു ശരീരമല്ല. എന്നിലും ഉള്ളത് കൃഷ്ണനിലും ക്രിസ്തുദേവനിലും മുഹമ്മദ് നബി തിരുമേനിയിലും എല്ലാം ഉള്ളത് ഈ ഞാനെന്നുള്ള മഹത്തായിട്ടുള്ള ആത്മാവാകുന്നു. മാനവനെയും മാധവനെയും കണ്ടവരായതുകൊണ്ട് അവരിന്നും സ്മരണേന ജീവിക്കുന്നു. അവർക്ക് ശരീരത്തിലുണ്ടോ? അവർ എവിടെയാണുള്ളത്? എല്ലാവരുടെയും മനസ്സിൽ സ്മരണേന ജീവിക്കുന്നു. ഒരുപാട് ആനന്ദിച്ചുകൊണ്ടും ആഹ്ലാദിച്ചുകൊണ്ടും. ഇത് തന്നെയാണ് ഈ ലോകം എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. ഈ മുഹമ്മദ് നബിയും ഈ ക്രിസ്തുവും ഈ കൃഷ്ണനും അവരവരിലുള്ളതിനെ കണ്ടറിഞ്ഞ് അവരവർക്ക് ഈ വാഹനം ഓടിക്കുവാനായിട്ടുള്ള ഈ വാഹനത്തെ പൂർണ്ണതയോടുകൂടി ഓടിക്കുവാനായിക്കൊണ്ട് ആ യജമാനനാകുന്ന മുതലാളിയും ആ വാഹനവും ആ ഡ്രൈവറെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചതുകൊണ്ട്
പിന്നീട് ആ ഡ്രൈവറാണ്, ആത്മാവാണ് ഇവരെല്ലാം നിയന്ത്രിച്ചത്. അതുകൊണ്ട് അവർ ഇന്നും സദാ വിരാജിക്കുന്നു സ്വസ്തിപദത്തിൽ, സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും. എല്ലാവർക്കും നമസ്കാരം, പ്രണാമം.